xiaomi Redmi Note 10 സീരീസിൽ മൊത്തത്തിൽ 3 ഫോണുകളാണ് പുറത്തിറക്കിയത്. Redmi Note 10 Pro Max, Redmi Note 10 Pro, ഏറ്റവും ലാസ്റ്റ് Redmi Note 10. അതിനകത്ത് നമ്മൾ Redmi Note 10 Pro Maxൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓർക്കുക, Redmi Note 10 Pro Maxും പ്രോയും തമ്മിൽ ക്യാമറയിൽ മാത്രം ചെറിയൊരു വ്യത്യാസം. പ്രോ മാക്സിൽ 108 മെഗാ പിക്സൽ, പ്രോയിലേക്ക് വരുമ്പോൾ 64 മെഗാ പിക്സൽ. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പ്രോയുടെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം ഡിസൈനും സൈസും കാര്യങ്ങളും എല്ലാം സെയിം ആണ്. ഈ ക്യാമറയിൽ മാത്രം വ്യത്യാസം. പിന്നീടുള്ളത് Redmi Note 10 ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് Redmi Note 10 ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇതുപോലൊരു ബോക്സിനകത്താണ് Redmi Note 10 വരുന്നത്. ഇവിടെ ഇതുപോലെ ഇന്ത്യസ് നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നും മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് എഴുതിയിട്ടുണ്ട്. Redmi Note 10 ഫുൾ HD+ AMO LED ഡോട്ട് ഡിസ്പ്ലേ, 48 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ്. എനിവേ നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്യാം. ദേ ഇരിക്കുന്നു ഫോൺ. അതിലേക്ക് വരാം. വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സിം ഇജക്ടർ പിൻ, യൂസർ മാനുവൽ, ബാക്ക് കവർ കുഴപ്പമില്ല, ക്വാളിറ്റി ഉള്ളതാണ്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. വലിയ കാര്യം. ചാർജിങ്ങിന് ടൈപ്പ് സി പോർട്ട്. ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. പുറത്തേക്ക് എടുക്കുന്നു. യെസ്, അടിപൊളി ഡിസൈൻ. അതായത് നമ്മൾ Redmi Note 10 Pro Maxിലൊക്കെ കണ്ട സെയിം ടൈപ്പ് ഡിസൈൻ തന്നെയാണ്. പക്ഷേ മെയിനായിട്ടൊരു പ്രധാന വ്യത്യാസം നമുക്കിതിനകത്ത് വരുന്നത്, ഇവിടെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ്. എന്നാൽ Redmi Note 10 Pro Maxും Redmi Note 10 Proയും ബാക്ക് ഗ്ലാസ് ബോഡിയിലായിരുന്നു വരുന്നത്. ഇത് പ്ലാസ്റ്റിക് ആണ്. ഞാൻ ആ Pro Maxും Redmi Note 10ഉം കൂടെ ഒരേ സ്ക്രീനിൽ ഇതുപോലെ ഒന്ന് വെക്കാം. ആ ഒരു വ്യത്യാസം നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നുമില്ല, കാഴ്ചയിൽ ഏകദേശമൊക്കെ ഐഡൻറ്റിക്കലാണ് ഈ ഒരു ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളും എല്ലാം. ഇവിടെ Pro Maxിൽ വരുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യാനായിട്ടൊരു സിൽവർ ലൈനിങ് പ്രൈമറി ക്യാമറയ്ക്ക് ചുറ്റും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് പ്രധാനമായിട്ടും ആ ഒരു ക്യാമറ മൊഡ്യൂളിലുള്ള വ്യത്യാസം. ഇവിടെ ആ ഒരു സിൽവർ ലൈനിങ് ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. ബാക്കിയെല്ലാം ഏകദേശം ഡിസൈൻ വൈസ് സെയിം ആണ്. സൈസിനകത്ത് കാര്യമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ Redmi എന്ന ബാഡ്ജിങ് ഒക്കെ Pro Maxിലേതുപോലെ തന്നെയുണ്ട്. ഈ ഒരു ഫോണിൻ്റെ വലത് സൈഡിലേക്ക് നോക്കുമ്പോൾ വോളിയം റോക്കേഴ്സ്, പവർ ബട്ടൺ. ഓർക്കുക, പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സംവിധാനം. ഇതൊരു AMO LED ഡിസ്പ്ലേ ആണ്. വേണമെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ തന്നെ നൽകാമായിരുന്നു. പക്ഷേ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് നൽകുന്നത്. കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിരിക്കാം. താഴേക്ക് നോക്കുമ്പോൾ സ്പീക്കറുകളിൽ ചാർജിങ്ങിനായിട്ട് USB ടൈപ്പ് സി പോർട്ട്, മൈക്രോഫോൺ, 3.5 mm ഓഡിയോ ജാക്ക്. ഇടത് സൈഡിലേക്ക് വരുമ്പോൾ സിം ട്രേ, മുകളിൽ സ്പീക്കർ ഗ്രില്ല്, അതുപോലെ IR ബ്ലാസ്റ്റർ, സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ഷോമിയുടെ ഫോണുകളിൽ മിക്കതിലും ഇത്തരത്തിൽ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു IR ബ്ലാസ്റ്റർ ഉള്ളത് കൊണ്ട് തന്നെയും നമ്മുടെ വീട്ടിലുള്ള AC, അതുപോലെ ടെലിവിഷൻ തുടങ്ങിയവയുടെ റിമോട്ടായിട്ട് ഈ ഷോമി ഫോണുകൾ ഉപയോഗിക്കാനാകും. അടുത്തത് സിം ട്രേ ടൈപ്പ്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്. ഒന്നും പേടിക്കേണ്ട, ഒരേ സമയം 2 നാനോ സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഈ ഒരു ഫോണിനകത്ത് ഉപയോഗിക്കാം. ഇവിടെ ഒരു ചുവപ്പ് കളറിലുള്ള ഒരു ലൈനിങ് കാണുന്നില്ലേ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റബ്ബറൈസ്ഡ് പോർട്ടാണ്. അതായത് ഈ പോർട്ടിനകത്തേക്കൊക്കെ വെള്ളം കയറാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് റബ്ബറൈസ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ Redmi എന്നും പവേർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. ഈ ഒരു ഫോണിൻ്റെ വെയിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ 178 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തിക്നെസ്സും വളരെ കുറവാണ്. വെറും 8.3 മില്ലിമീറ്റർ മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ തിക്നെസ്. അടുത്തായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 6.43 ഇഞ്ചിൻ്റെ സൂപ്പർ AMO LED ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ആദ്യമായിട്ടായിരിക്കും Redmi Note സീരീസിലേക്ക് ഇത്രയും മികച്ച ഒരു ഡിസ്പ്ലേ ഫോൺ കൊണ്ടുവരുന്നതെന്ന് തോന്നുന്നു. അതുപോലെ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് പറഞ്ഞാൽ 60 ഹെഡ്സേ ഉള്ളൂ. ടച്ച് സാമ്പിളിംഗ് റേറ്റ് 180 ഹെഡ്സ് ഉണ്ട്. ഇതിൻ്റെ പ്രോ വെർഷനിലും Pro Max വെർഷനിലും 120 ഹെഡ്സ് റിഫ്രഷ് റേറ്റും 240 ഹെഡ്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റുമുണ്ട്. അതുപോലെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് വന്നിട്ട് 1100 നിറ്റ്സ് ആണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും ഔട്ട്ഡോർ വിസിബിലിറ്റിയിലൊന്നും അത്ര പ്രശ്നം വരാനുള്ളൊരു സാധ്യതയില്ല. ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതുപോലെ 100% DCI P3 കറക്ഷൻ നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെയും കറക്റ്റായിട്ടുള്ളൊരു കളറായിരിക്കും നമുക്ക് ഈ ഒരു ഫോണിനകത്തൂടെ അറിയാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ Android 11 അധിഷ്ഠിതമായി Mi UI 12 ഈ ഒരു ഫോൺ പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആപ്ലിക്കേഷനുകൾ അധികമായിട്ട് നമുക്ക് ഇതിനകത്ത് ബ്ലോട്ട് വെയറുകളായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് ഗെയിമുകളും അതുപോലെ ആവശ്യമില്ലാത്ത കുറേ ആപ്ലിക്കേഷനുകൾ ഇതിനകത്ത് കുത്തി നിറച്ചിരിക്കുന്നതായി കാണാം. പക്ഷേ അതെല്ലാം തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കും എന്നുള്ളതൊരു പ്രത്യേകതയായിട്ട് എടുത്തു പറയട്ടെ. അതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ ചെറിയ അഡ്വർടൈസ്മെൻറ്റുകൾ കൂടെ കാണാൻ സാധിക്കുന്നുമുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇതിൻ്റെ ഒരു സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സംവിധാനം സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. LED ഡിസ്പ്ലേ ആണ്. വേണമെങ്കിൽ ഇൻ ഡിസ്പ്ലേയിൽ നൽകാമായിരുന്നു. പക്ഷേ സൈഡ് മൗണ്ടഡ് ആയിട്ടാണ് നൽകിയിരിക്കുന്നത്. അത് വളരെ ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? ജസ്റ്റ് ഒരു സോഫ്റ്റ് ടച്ചിൽ തന്നെ ഫോൺ ഫിംഗർ പ്രിൻറ്റ് വഴി ഇതുപോലെ അൺലോക്ക് ആവുന്നുണ്ട്. അടുത്തത് ഫേസ് അൺലോക്ക്.
ഫേസ് അൺലോക്കും വളരെ ഫാസ്റ്റാണ്, കണ്ടില്ലേ, മുഖത്തിനോട് അടുത്തേക്ക് വരുമ്പോൾ തന്നെ അൺലോക്ക് ആവുന്നു. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് സവിശേഷതകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു xiaomi ഫോണാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് IR ബ്ലാസ്റ്റർ ഉണ്ട്. നമ്മൾ xiaomi ഫോണുകൾ മിക്ക ഫോണുകളിലും ഇത്തരത്തിൽ IR ബ്ലാസ്റ്റർ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ TV, എയർ കണ്ടീഷണർ തുടങ്ങിയിട്ട് റിമോട്ടിന് പകരമായിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. 3.5mm ഓഡിയോ ജാക്ക് ഫോണിൻ്റെ താഴെയായിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെഡ്സെറ്റുകൾ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ IP52 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. സെൽഫ് ക്ലീനിങ് സ്പീക്കറുകൾ ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ സ്പീക്കറിൽ ഒരു പ്രത്യേകതരം വൈബ്രേഷൻ നൽകിക്കൊണ്ട് സ്പീക്കറിനകത്ത് പൊടി പിടിക്കുന്നതിനെ ഒഴിവാക്കി അത് വൈബ്രേറ്റ് ചെയ്ത് ആ പൊടി പുറത്ത് കളയുന്ന രീതിയിൽ സെൽഫ് ക്ലീനിങ് നടത്തുന്ന ഒരു പ്രത്യേകതയും ഈ ഒരു ഫോണിൻ്റെ സ്പീക്കറുകൾക്കുണ്ട്. അതുപോലെ ഒരു 4G ഫോണാണ് ഇതെന്ന് ഓർക്കുക. ഡുവൽ 4G വോൾട്ടേജ് സപ്പോർട്ട് ഉണ്ട്. അതായത് 2 സിം കാർഡിൽ നമുക്ക് 4G വോൾട്ടേജ് സിം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വൈഫൈ കോളിംഗ് ഫീച്ചർ നൽകിയിട്ടുണ്ട്. FM റേഡിയോ ഉണ്ട്. വൈഡ് വൈൻ L1 സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ നിന്നും HD കണ്ടന്റുകൾ ആസ്വദിക്കാൻ സാധിക്കും. അടുത്തത് ഓഡിയോ വീഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഫോൺ സ്റ്റീരിയോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ഹൈലൈറ്റ് ആയിട്ട് എടുത്തു പറയട്ടെ. ഒരു 12,000 പ്രൈസ് റേഞ്ചിൽ ഇത്തരത്തിൽ സ്റ്റീരിയോ സ്പീക്കറുകൾ നൽകുന്ന ഏക ബ്രാൻഡ് xiaomi ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും സ്റ്റീരിയോ സ്പീക്കർ നൽകിയിട്ടുണ്ട്, അതൊരു വലിയ കാര്യം. ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടാണ്. മികച്ച സ്റ്റീരിയോ സെപ്പറേഷൻ നൽകുന്നുണ്ട്. പക്ഷേ ഭയങ്കര ലൗഡായിട്ടുള്ള സൗണ്ടല്ല, ഒരു മീഡിയം സൗണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ കാതടപ്പിക്കുന്ന ഒരു ശബ്ദം ഇതിൽ നിന്ന് വരുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അടുത്തത് വീഡിയോ ക്വാളിറ്റി. വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. കാരണം ഇതിനകത്ത് സൂപ്പർ AMOLED ഡിസ്പ്ലേ ഈ പറഞ്ഞ പോലെ 12,000 പ്രൈസ് റേഞ്ചിൽ നൽകിയിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ മികച്ച ഡിസ്പ്ലേ തന്നെ ഫോണിന് നൽകിയിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാക്ക് എല്ലാം നല്ല ഷാർപ്പ് ബ്ലാക്ക് ആയിട്ട് LED ഡിസ്പ്ലേ ആയതുകൊണ്ട് കാണുന്നുണ്ട്. വ്യൂയിങ് ആംഗിളൊക്കെ പക്കയാണ്. അതുകൊണ്ട് തന്നെ മികച്ച ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ്, മികച്ച ഡിസ്പ്ലേയും മികച്ച സ്റ്റീരിയോ സൗണ്ട് സ്പീക്കറും നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെ മികച്ച മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഈ ഒരു ഫോണിൽ നിന്ന് ലഭിക്കും. അടുത്തതായിട്ട് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗണിൻ്റെ 678 എന്ന പ്രോസസ്സറാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് 678 എന്ന പ്രോസസ്സർ ഒരു ഫോൺ ഇന്ത്യയിൽ എത്തുന്നത്. നേരത്തെ സ്നാപ്ഡ്രാഗൺ 675 എന്ന പ്രോസസ്സർ കൊണ്ടുവന്നിരുന്നു. അതിൽ നിന്ന് കുറച്ചുകൂടി ഒരു അപ്ഡേറ്റഡ് പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 678. അതുപോലെ ഈ ഒരു ഫോണിനകത്ത് 6GB റാം വരെയുള്ള റാം കപ്പാസിറ്റി നൽകിയിട്ടുണ്ട്. അത് LPDDR4X റാം ആണ്. അതുപോലെ തന്നെ 128GB വരെ ഇന്റേണൽ മെമ്മറി നൽകിയിട്ടുണ്ട്. അത് UFS 2.2 സ്റ്റോറേജ് ടൈപ്പാണ് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ 2 വേരിയൻ്റ് ആണ്, 4GB റാം 64GBയും 6GB റാം 128GB. ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് സൈഡ് നോക്കി കഴിഞ്ഞാൽ ഒരു മീഡിയം പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് കടക്കാം. 48 മെഗാ പിക്സലിൻ്റെ പ്രൈമറി ക്യാമറയാണ് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ 4 ക്യാമറകളാണ് ഫോണിൻ്റെ ബാക്ക് സൈഡിൽ നൽകിയിരിക്കുന്നത്. 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, 2 മെഗാ പിക്സലിൻ്റെ മാക്രോ സെൻസർ. അപ്പോൾ ഇതിൻ്റെ പ്രോ വേരിയന്റിലും പ്രോ മാക്സ് വേരിയന്റിലും 64 മെഗാ പിക്സൽ 108 മെഗാ പിക്സൽ ക്യാമറകളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നോട്ട് 10ലേക്ക് വരുമ്പോൾ അത് 48 മെഗാ പിക്സലാണ്. 48 മെഗാ പിക്സൽ എന്ന് പറയുന്ന ഒരു ഡീസൻറ്റ് ക്യാമറ സെറ്റപ്പ് തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. മികച്ച ചിത്രങ്ങൾ ഈ ഒരു ഫോണിനകത്തും എടുക്കാൻ സാധിക്കുന്നുണ്ട്. സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഫോണിൻ്റെ ഫ്രണ്ടിൽ, മുകളിൽ, മധ്യഭാഗത്തായിട്ട് ഇത്തരത്തിലൊരു സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അത് 13 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചുകൊണ്ട് മികച്ച സെൽഫി ചിത്രങ്ങളും വീഡിയോകളും ഷൂട്ട് ചെയ്യാനാകും. അടുത്തതായിട്ട് ഇതിൻ്റെ ബാറ്ററി സൈഡാണ്. 5000 mAh ഒരു മികച്ച ബാറ്ററിയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് പ്രോയിലും പ്രോ മാക്സിലും കണ്ടതുപോലെ തന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം നൽകിയിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യം. അതുകൊണ്ട് തന്നെ ഒരു മികച്ച ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്, അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഈ ഒരു 5000 mAh ബാറ്ററി ചാർജ് ചെയ്യാനാകും. അടുത്തതായിട്ട് ഈ ഒരു ഫോൺ ലഭിക്കുന്ന വ്യത്യസ്ത നിറങ്ങളാണ്. അക്വ ഗ്രീൻ, ഷാഡോ ബ്ലാക്ക്, ഫ്രോസ്റ്റ് വൈറ്റ് എന്നീ 3 നിറങ്ങളിലാണ് ഈ ഒരു ഫോൺ ലഭിക്കുന്നത്. നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് ഫ്രോസ്റ്റ് വൈറ്റ് എന്ന കളർ വേരിയൻ്റ് ആണ്. അടുത്തായിട്ട് ഈ ഒരു ഫോണിൻ്റെ പ്രൈസിംഗ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ 2 വേരിയൻറ്റ്, 4GB 64GB വില 11,999, 6GB 128GB വില 13,999. നമ്മൾ പ്രോ മാക്സ് എന്ന ഹയർ വേരിയൻ്റ് വീഡിയോ ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതുകൂടി കാണാം. അപ്പോൾ ഇതുപോലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോണുകളുടെ വിശേഷങ്ങൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ മൊബൈലിൽ ഒരു നോട്ടിഫിക്കേഷൻ എത്തണമെങ്കിൽ നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം, അത് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ സ്റ്റേ സേഫ്, ബൈ.